ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ ഹൽദി ഡേ ആട്ടോ. ഒരു കൈയാണെങ്കിലും ഞാൻ ആ കയ്യിനെ കൊണ്ട് ആവുന്ന പോലെ കളിക്കുന്നുണ്ട് കേട്ടോ ഡാൻസൊക്കെ. ഒന്നുമില്ല, പാട്ട് കേട്ടപ്പോൾ ഒന്ന് കൈ ഇളക്കിയെന്നാണല്ലോ. ഇപ്പോൾ ഒരു സഹായം വേണമല്ലോ, ഒന്ന് മുടി കെട്ടി തരുമോ, ഒന്ന് പൊട്ട് തൊട്ട് തരുമോ, ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇന്നൊരുവിധം കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു പാർട്ടിയും കാര്യങ്ങളും ഇല്ല, കല്യാണ തലേന്ന് എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനാണുള്ളത്, അത് 22-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വരാൻ പറ്റുന്നവരും വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ചെറിയൊരു ഹൽദി പരിപാടി. പിന്നെ എല്ലാവരും കൂടി ഇന്ന് പച്ച ഡ്രസ്സാണ് ഇട്ടത്. ഹൽദി എന്ന് പേരാണെങ്കിലും എല്ലാവരും പച്ച ഡ്രസ്സാട്ടോ ഇട്ടത്. പിന്നെ മഞ്ഞ ഇടേണ്ടവർക്ക് മഞ്ഞ ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ മിക്സ് ആയിട്ടാണ്. പക്ഷേ കല്യാണ പെണ്ണ് മാത്രം ഡ്രസ്സ് വേറെയാണ്. പിന്നെ എൻ്റെ ഈ ബെൽറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഫ്രീ ആയിട്ട് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എന്നാൽ എല്ലാവരും തുള്ളുന്നേ കാണുമ്പം ഞാനും തുള്ളിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിപാടികളുമായിരുന്നു. പ്രതാപേട്ടനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ കേക്കെല്ലാം മുറിച്ച്. അപ്പം മാലു, അതായത് കല്യാണ പെണ്ണ് കേട്ടോ, മാലു പിങ്ക് ഡ്രസ്സാണ് ഇട്ടത്. അപ്പം മൊത്തത്തിലൊരു വെറൈറ്റി ആയി. കുറച്ചാൾ പച്ച, മഞ്ഞ കുറച്ച് ആൾക്കാരായിട്ടിട്ടുള്ളൂ, ബാക്കി 3/4 ഭാഗങ്ങളും പച്ചയായിരുന്നു ഇട്ടത്. പിന്നെ അവൾ പിങ്കും ആയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എൻ്റെ വീട്ടിൽ കുറേ കാലത്തിന് ശേഷം, അത് ഞാൻ കുറേ മുന്നേ വീഡിയോസിൽ പറഞ്ഞല്ലോ ഇങ്ങനെയൊരു കല്യാണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കളർഫുള്ളാക്കാമെന്ന് വെച്ചിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും ഉണ്ടായിരുന്നു. കൈ പൊട്ടിയതോടെ, അതായത് നമ്മളെ വിധി മാറി മറിഞ്ഞതോടെ ആ എക്സൈറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എനിക്കില്ലാതായിട്ടുണ്ട്. എന്നാലും ശരിക്കും പറയുകയാണെങ്കിൽ സജീഷ് ഏട്ടൻ്റെ ഒരൊറ്റ പ്രോത്സാഹനത്തിനെ കൊണ്ട് തന്നെ ഞാൻ എല്ലാ ഡ്രസ്സും, അതായത് പച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാനും ഞാൻ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പരിപാടിക്ക് പോലും പങ്കെടുക്കാൻ പറ്റൂല എന്നാണേ വീണപ്പം. ഡോക്ടർ ആ രീതിയിലായിരുന്നു പറഞ്ഞത്. എന്താ വെച്ചാൽ ഇത് എങ്ങനെയാണ് ശരിയാവോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ, ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നും അറിയില്ലായിരുന്നു. പക്ഷേ അത് ശരിക്കും പറയുകയാണെങ്കിൽ കൈ പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് എനിക്ക് 10 ദിവസം പോലും ഇല്ല, ആ 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കിത് കുറച്ചെങ്കിലും വേദന മാറി ഇതുപോലെ വന്ന് നിൽക്കാനായത് സജീഷേറിൻ്റെ ഒരൊറ്റ മോട്ടിവേഷനാണ്. അതുപോലെ കൊയിലാണ്ടി വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞ് എനിക്ക് പറ്റും, എന്തായാലും എനിക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതേപോലെ തന്നെ ഞാൻ ഹൽദീൻ്റെ അന്ന് പച്ച ഡ്രസ്സൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ട്. ബെൽറ്റ് ഇട്ടാണെങ്കിലും വന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ ഞാനാണ്. എന്നുവെച്ചാൽ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം, അതായത് സജീഷേറിനായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ള ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ പറ്റിയൊരു കല്യാണമായിരുന്നു. അന്ന് രാത്രി ഫുഡിന് നെയ്ച്ചോറും ചിക്കനും കേട്ടോ. നെയ്ച്ചോറും ചിക്കനും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്നുമില്ലേ സജീഷ് ഏട്ടൻ, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുണ്ട്, ഏട്ടൻ്റെ ഭാര്യൻ്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ ആരാ എനിക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഓല് വാരി തരിക കേട്ടോ. അപ്പം സജീഷ് ഏട്ടനും കുഞ്ഞുവിനും സിദ്ധുവിനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഓൾക്ക് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കാൻ പറ്റിയാണ്. ഞാനിതെല്ലാം നോക്കി നിൽക്കുമ്പോൾ ദേവുവിന് ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഓൾ എൻ്റെ അടുത്ത് വന്ന് ഒരു കൈ കൊണ്ടായാലും എൻ്റെ കൂടെ തുള്ളിയുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതും അതിനു വേണ്ടി ഇവിടെ വന്ന് കുറേ ഡാൻസ് പഠിച്ചതും ഒക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സങ്കടവും സഹതാപവും ഒക്കെ എന്നോട് എല്ലാവർക്കും ഉണ്ട്. ഇത്രയും ഡാൻസ് കളിച്ചിട്ട് ഞാൻ സജീഷ് ചേട്ടനെയും മക്കളെ ഒന്നും കണ്ടിട്ടില്ലേ. അത്രയും നേരം ഇങ്ങനെ വേർത്തൊലിച്ച് പോയിട്ട് തന്നെ വേണേൽ പറയട്ടോ. ദേവു അടിപൊളി ഡാൻസ് ആയിരുന്നു അന്ന്. പാട്ട് പാടിയത് നമ്മളെ ബീനേച്ചി കേട്ടോ, മൂത്തേട്ടൻ്റെ ഭാര്യ. അങ്ങനെ കവിതയും പാട്ടൊക്കെ കേട്ട് നല്ല ഉഷാറായിരുന്നു. ദേവു ലീവിന് വന്നിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. 2 ദിവസത്തേക്ക് ഓളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചോറ് വായത്തരാണ്. അപ്പോൾ എനിക്ക് അടുത്ത കല്യാണ വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.